സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ അരുന്ധതി CPയോട് പറയുന്നുണ്ട്, ദേവികയെ ഇലക്ഷനിൽ ജയിപ്പിച്ചത് ഇത്രയും വലിയ മണ്ടത്തരം വേറൊന്നും പറ്റാനില്ല. അവൾ ഈ ഒരു രീതിയിൽ പെരുമാറുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോൾ അവളെൻ്റെ ശത്രുവാ, ഇനി അവളെ തകർക്കല എൻ്റെ ലക്ഷ്യം. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഞാൻ അന്നേ മേഡത്തോട് പറഞ്ഞതല്ലേ ദേവികയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പൈസയൊന്നും ചിലവാക്കണ്ടെന്ന്. അന്ന് മേഡം കേട്ടിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അവളുടെ തനി സ്വഭാവം ഇപ്പോൾ പുറത്തായില്ലേന്ന്. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, ഇനി അവൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു, അവളെ ഇനി MLA കസേരയിൽ നിന്ന് തെറിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. CP കേട്ടിട്ടില്ലേ, ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യുക എന്നുള്ളത്. അവളെ ജയിപ്പിച്ച് MLA ആക്കിയത് ഞാനാണെങ്കിൽ എനിക്കറിയാം അവളെ MLA അല്ലാണ്ടാക്കാനും. അതെന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നു. ഇതേസമയം നമ്മളുടെ ഗൗരി ആണെങ്കിൽ ഇങ്ങനെ ടേബിളിൽ തല വെച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ മുരളിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് കിടക്കുന്നത്. ആ സമയത്ത് ഗൗരി പതിയെ ഒന്ന് മയങ്ങിപ്പോകുന്നുണ്ട്. അന്നേരം ഗൗരി കാണുന്നത് മുരളിയും ഗൗരിയുമായിട്ട് സംസാരിക്കുന്നതും കട്ടിലേലിരുന്ന് അവർ പഴയ കാര്യങ്ങളൊക്കെ പറയണതും എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മളുടെ മുരളി അങ്ങോട്ട് വരുന്നത്. മുരളി വരുന്ന വിവരം ഭാർഗവിയോ ഗൗരിയോ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. മുരളി വന്ന് കയറുമ്പം ആരെയും മുൻപിൽ കാണാത്തതുകൊണ്ട് തന്നെ വേഗം അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഗൗരിക്കും ഭാർഗവിക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുരളി ആരോടും പറയാണ്ട് വരുന്നത് തന്നെ. അങ്ങനെ മുരളി അകത്തേക്ക് കയറി വരുമ്പം ഭാർഗവീനെയൊന്നും കാണുന്നില്ല. അങ്ങനെ നോക്കി വരുമ്പം ഡൈനിങ് ഹാളിൽ ടേബിളിൽ തല വെച്ച് ഉറങ്ങുന്ന ഗൗരിയെ കാണുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഗൗരിയാണെങ്കിൽ മുരളിയുടെ തമാശകളും ഒക്കെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗൗരീനെ മുരളി ഗൗരി എന്നും പറഞ്ഞ് വിളിക്കുന്നതും ഗൗരി വേഗം തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഒന്ന് പോയേ മുരളിയേട്ടാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരിക്ക് അറിയില്ല മുരളി അവിടെ ഉണ്ടെന്ന്. സ്വപ്നത്തിൽ കണ്ട ആ ഒരു ദൃശ്യങ്ങളനുസരിച്ചാണ് മുരളിയോട് ഗൗരി ഇങ്ങനെ പറയുന്നത്. പക്ഷെ കണ്ണ് തുറന്ന് നോക്കണ ഗൗരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുരളിയെ കണ്ടതും ഗൗരി, ഇതെന്താ മുരളിയേട്ടനാണോ ഇത്, ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പം, സ്വപ്നം അല്ലടി ഗൗരിക്കുട്ടി, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളോട് പറയാതെ വന്നതാ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഗൗരിക്കാണെങ്കിൽ സങ്കടവും അതുപോലെ തന്നെ സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പം അമ്മ ചന്ദ്രോത്ത് വരെ പോയതാന്ന് പറഞ്ഞു. അതെന്താ ഇപ്പം അമ്മ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, വെറുതെ പ്രഭാൻറ്റിനെ കാണണമെന്നും പറഞ്ഞു പോയതാ. എന്താ മുരളിയേട്ടൻ പറയാണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, പറയാണ്ട് വന്നാൽ നിൻ്റെ മുഖത്ത് ഈ സന്തോഷം കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ട് വന്നേ. ആ സമയത്ത് നമ്മളുടെ ഗൗരിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി മുരളിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മുരളിയേട്ടൻ പോകണ്ട കേട്ടോ, ഇനി ഇങ്ങനെ മുരളിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് വയ്യാന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഇല്ലടി ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് കരുതിയാൽ വന്നേ. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ MLA ദേവികയല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യത്തിനും ദേവികയുടെ സഹായം തേടാമല്ലോ എന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അത് മുരളിയേട്ടൻ പറഞ്ഞത് നേരെ, ദേവിക MLA ആയതുകൊണ്ട് ഇനി വേറെ കാര്യങ്ങൾക്കൊന്നും വേറെ ആരെയും അന്വേഷിച്ച് പോകണ്ടല്ലോ എന്ന്. പിന്നീട് മുരളി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചന്ദ്രോത്ത് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം, ചന്ദ്രോത്തെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം, അവിടെ എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നന്ദു വണ്ടി ഇടിച്ചിട്ട് അവരെ പ്രഫാൻറ്റിയും ദേവിക്കയും കൂടെ കൂടി ചന്ദ്രോത്തേക്ക് കൊടുന്നു. അവരെ നല്ലോണം നോക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. അവർ വന്നത് വേറെ ഒന്നിനുമല്ല, ആ അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറഞ്ഞു വിട്ടതാണ്, അതും പ്രഫാൻറ്റിനെയും സിദ്ധാർത്ഥൻ സാറിനെയും കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ പിടിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അവരെ കൈയോടെ പിടിച്ചു. പ്രഫാൻറ്റിനെ കൊല്ലാൻ നോക്കി. അന്ന് അമ്മ ചെന്നതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി ഗ്യാസ് തുറന്നെടുക്കാമെന്ന്. അങ്ങനെ പ്രഫാൻറ്റി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് അവർ ലക്ഷ്യം വെച്ചത് സിദ്ധാർത്ഥൻ സാറിനെ. അങ്ങനെ സിദ്ധാർത്ഥൻ സാറിനെ അവർ കൊല്ലാനായിട്ട് നോക്കിയ സമയത്ത് ദേവി അത് കണ്ടു. വേഗം തന്നെ ദേവിയും സിദ്ധാർത്ഥൻ സാറും കൂടെ അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ആ അരുന്ധതിയെ വിളിച്ചു കൊണ്ടുവന്നു. അരുന്ധതി സിദ്ധാർത്ഥൻ സാറ് മരിച്ചു എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി വന്നപ്പം ദേവിയും പ്രഫാൻറ്റിയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും നന്ദന എല്ലാവരും കൂടി അവരെ നല്ലോണം അപമാനിച്ച് പറഞ്ഞു വിട്ടു എന്ന്. സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ആസ്പത്രി കിടന്ന് അവരെ ചന്ദ്രോത്തേക്ക് കൂടുന്നത്, അവരെങ്ങനെയെങ്കിലും പോയിക്കോളൂല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം, അതെല്ലാം ആ അരുന്ധതിയുടെ പ്ലാനായിരുന്നു മുരളിയേട്ട, അത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ ചന്ദ്രോത്തുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനിയിപ്പോൾ ആരെയും അവർ സഹായിക്കാനൊന്നും പോവില്ല എന്ന്. പിന്നീട് ഗൗരി ചോദിക്കുന്നുണ്ട്, നന്ദനോട് പറഞ്ഞായിരുന്നോ മുരളിയേട്ടൻ വന്ന കാര്യം എന്ന് ചോദിക്കുമ്പം, ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാനൊന്ന് നന്ദനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരിയുടെ ഫോൺ എടുത്ത് നന്ദനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്.
സമയം നമ്മളുടെ ത്യാഗരാജനെയാണ് കാണിക്കുന്നത്. ത്യാഗരാജന് ഈ ചന്ദ്രമതിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അരുന്ധതി മേഡം ഇനി എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, അരുന്ധതി അവൻ്റെ ഒരു മേഡം വിളി, നീ എന്തിനാ അവരെ മേഡം എന്ന് വിളിക്കണേ, നിൻ്റെ ഉദ്യോഗസ്ഥയൊന്നും അല്ലല്ലോ അവരെന്ന് ചോദിക്കുമ്പം അതല്ല ചേച്ചി, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. ദേവികയെ ഇലക്ഷനിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പണം ഇറക്കിയായിരുന്നു. ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, അത് ദേവികയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ, പ്രഭയോടുള്ള ശത്രുത കൊണ്ടല്ലേ, പ്രഭയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരതൊക്കെ ചെയ്ത്. എന്തായാലും പ്രഭ തോറ്റതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ചന്ദ്രോത്തുകാരെ ഉപദ്രവിക്കാനായിട്ട് അരുന്ധതി എന്ത് പ്ലാൻ തയ്യാറാക്കിയാലും ഞാൻ ചന്ദ്രോത്തുകാരുടെ കൂടെ ഉണ്ടാവും. ഇനി അരുന്ധതിയുടെ കൂടെ നീ ഉണ്ടെന്നെങ്ങാനും എനിക്ക് ബോധ്യപ്പെട്ട പിന്നെ നീ വീട്ടിലും ഉണ്ടാവില്ല, ഈ നാട്ടിലും ഉണ്ടാവില്ല, പാർട്ടിയിലും ഉണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞേക്കാന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ത്യാഗരാജൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും മേഡം അല്ല വിളിക്കണേന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ത്യാഗരാജൻ ഞാനിപ്പോൾ വരാൻ ചേച്ചിയെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. വെളിയിൽ വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തതും ത്യാഗരാജ താനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണു. ആ സമയം ഞാൻ വീട്ടിലുണ്ട് മേഡം, എന്തായിരുന്നു മേഡം എന്ന് ചോദിക്കുമ്പം എനിക്ക് ത്യാഗരാജനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയണു. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാം മേഡം, മേഡം എവിടെയാണ് വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, ത്യാഗരാജൻ വീട്ടിലോട്ട് വന്നാൽ മതി. അങ്ങനെ ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് അരുന്ധതിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയും ദേവികേനെയാണ്. നന്ദനും ദേവിക ഇങ്ങനെ ഈ അരുന്ധതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അന്ന് അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, അമ്മയോട് അവർക്ക് അത്രയ്ക്കും ശത്രുത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല, ചെറിയൊരു പക ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഋഷി 2 പ്രാവശ്യം അമ്മയെ അപകടപ്പെടുത്താൻ നോക്കിയപ്പോഴും നമ്മളത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് അവരിത്ര ധൈര്യത്തിൽ ആ രാധാമണിയെയും കൊണ്ട് അച്ഛനെയും അമ്മയെയും കൊല്ലിക്കാൻ നോക്കിയത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അരുന്ധതി മേഡം എന്താ വിചാരിച്ചത് നമ്മളെക്കുറിച്ച്, നമ്മളുടെ അച്ഛനെയും അമ്മേനെയും ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാനത് കൈയും കെട്ടി നോക്കിക്കൂന്നാണ് അവർ വിചാരിച്ചത്. എന്തായാലും അവരിനി നമ്മളുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാൽ അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനിപ്പോൾ പണ്ടത്തെ ദേവികയല്ല, എനിക്ക് സ്വാധീനമുണ്ട്, ഞാനിപ്പോൾ സ്ഥലം MLA, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഇനി അവർ നമ്മളോട് അധികം പ്രശ്നത്തിന് വരില്ല എന്നാണ് തോന്നണേ. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ദേവി, അവരെന്തായാലും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല, നമ്മളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇനിയിപ്പോൾ ആ ത്യാഗരാജനും ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്, കാരണം അന്ന് നന്ദൻ്റെയും എൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അവർ മനഃപൂർവ്വം അവിടെ നിന്ന് മാറിയതാണ്, എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാണ്ടായി. അന്നാണല്ലോ ത്യാഗരാജൻ ഇവിടെ ബോംബ് വയ്ക്കാൻ വന്നതും. എന്തായാലും അന്ന് സംഭവിച്ചതെല്ലാം നന്നായി. ഇനിയിപ്പോൾ എന്തായാലും അരുന്ധതി മേഡം നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. സമയത്ത് ദേവി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നന്ദു ഫോൺ ബെല്ലടിക്കണു, ആരാന്ന് കാണിക്കണില്ല, സേവ് ചെയ്ത നമ്പർ അല്ല എന്നും പറഞ്ഞ് നന്ദൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ നന്ദൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുരളിയാണെങ്കിൽ സൗണ്ട് മാറ്റിയിട്ട് ഇത് നന്ദനല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് നന്ദൻ അതേന്ന് പറയുമ്പം നിങ്ങളുടെ വൈഫ് MLA അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ വൈഫ് MLA, നിങ്ങൾ ആരാ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയും, പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങളുടെ ഭാര്യ MLA ആയതിനു ശേഷം അവർക്ക് കുറച്ച് അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ടെന്നൊരു കേൾവി ഉണ്ടല്ലോ. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ, എന്തിനാണ് നിങ്ങളിപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പണ്ട് നിങ്ങളുടെ ഭാര്യ ഒരു പാവം പെൺകുട്ടിയായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുമെന്ന് കേട്ടു, അതൊന്നും നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതി വിളിച്ചതാണ്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ ഈ വിളിക്കുന്നത് ആരാന്ന് മനസ്സിലാവണില്ല, എന്നാൽ ആ സൗണ്ട് ചെറിയ പരിചയം തോന്നണമുണ്ട്. ഈ സമയം ദേവികയാണെങ്കിൽ എന്താ നന്ദൂന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല ദേവി, ആരോ വിളിച്ചിട്ട് ദേവിയെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ പരിചയമുള്ള ആളാണെന്നാണ് തോന്നണത്, ദേവി തന്നെ സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞ് നന്ദൻ ദേവികയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവിക ഫോൺ വാങ്ങിയതും നിങ്ങൾ ആരാ സംസാരിക്കണേന്ന് ചോദിക്കുന്നതും ഞാൻ പേര് പറഞ്ഞാലാണോ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുരളി. ആ സമയത്ത് ഗൗരി വേഗം തന്നെ മുരളിയുടെ ഇന്ന് ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ദേവി ഇത് ഞാനാ ഗൗരി അടിയുന്നത്. ആ സമയത്ത് അപ്പോൾ ആരാ സംസാരിച്ച മുരളിയേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ മുരളിയേട്ടൻ എപ്പോൾ വന്നു, എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പോലും അറിഞ്ഞില്ല, പിന്നെയല്ലേ നിങ്ങൾ അറിയണേ, അമ്മയും അറിഞ്ഞിട്ടില്ല, അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ലാതാനും, എന്തായാലും മുരളിയേട്ടൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നിങ്ങളെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആ സമയത്ത് ദേവി ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ട് നന്ദൻ വേഗം തന്നെ ദേവിയുടെ ഇന്ന് ഫോൺ വാങ്ങിയിട്ട് എടാ മുരളി നീ എപ്പോഴാണ് വന്നേ, നീ എന്താ പറയാണ്ട് വന്നേ, നീ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അത് ഞാൻ ആരെയും അറിയിച്ചില്ലടാ, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചന്ദ്രോത്ത് എല്ലാവർക്കും എങ്ങനെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പം
ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് പോകണു. എന്തായാലും നീ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പം ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വരുന്നുണ്ട് അങ്ങോട്ട് പ്രഭയാൻറ്റീനെയും സിദ്ധാർത്ഥ സാറിനെയൊക്കെ കാണാനായിട്ട്. നിങ്ങളവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് MLA അങ്ങ് പോകണ്ടേ എന്ന് ചോദിക്കുമ്പം ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയണു. അങ്ങനെ ദേവിയും നന്ദനും ഫോൺ വെച്ചതിന് ശേഷം താഴത്തേക്ക് വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്, മുരളിയേട്ടൻ വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും പ്രഭാവതി എപ്പോൾ വന്നിട്ട് ഭാർഗവി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഭാർഗവി ആൻറ്റി അറിഞ്ഞിട്ടില്ല, ഗൗരിയും അറിഞ്ഞിട്ടില്ല, മുരളിയേട്ടനെ കണ്ടപ്പോഴാണ് ഗൗരി അറിഞ്ഞത് തന്നെ. ഭാർഗവി ആൻറ്റി എന്തേ പോയോന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി ഇപ്പോൾ പോയുള്ളൂ, എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ മുരളിയേട്ടനെ കണ്ടോളൂ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചിരിച്ച് നിൽക്കണ ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.